ശ്രീമതി പത്മാ മേഡം ആളുകളെ ക്ഷണിക്കാൻ പോയിരിക്കുന്നത് ഇതേ ക്ഷണക്കത്തുകൊണ്ടാണ്. എന്റെ അമ്മ ഒരു തെറ്റ് ചെയ്താല് അത് ആരെയും അറിയിക്കാതെ തിരുത്തേണ്ടത് ഒരു മകന്റെ ഡ്യൂട്ടിയാണ്. അല്ലേ ചേച്ചി? അല്ലേടി നീ അല്ലേ? അല്ലേ അളിയാ? ഈ ക്ഷണക്കത്താണ് അച്ഛന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ യഥാർത്ഥ ക്ഷണക്കത്ത്. ഇങ്ങനെയുണ്ട്. പിന്നെ ഇതിലെ ആദ്യത്തെ ക്ഷണക്കത്ത് ഏറ്റുവാങ്ങാൻ പോകുന്നത് അമ്മ ക്ഷണിക്കാൻ പോയവരല്ല, ഈ വീട്ടില് തന്നെ നമ്മളോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള മറ്റൊരാളാ. രാജുട്ടാ. എന്താ സാറേ? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഈ വീട്ടില് ഞങ്ങളോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒരാളാ. അതാരാണെന്നറിയോ? ഇല്ല സാറേ. അത് രാജുവേട്ടനാ. രാജുവേട്ടൻ എത്രയോ കാലമായിട്ട് ഞങ്ങളോടൊപ്പം ഈ കുടുംബത്തിലെ അംഗമാണ്. ക്ഷണക്കത്തുകളിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നാൽ പോലും മനസ്സിൽ നിന്ന് ഒഴിവാക്കേണ്ടവനല്ല. അച്ഛന്റെ ബർത്ത്ഡേയുടെ ആദ്യത്തെ കത്ത് ഏറ്റുവാങ്ങേണ്ടത് രാജുവേട്ടനാണ്. അല്ല സാറേ, ഞാൻ രാജുവേട്ടാ, എന്റെ മനസ്സിൽ വലിപ്പച്ചെറുപ്പങ്ങളൊന്നുമില്ല ഒരാളോടും. അങ്ങനെ കാണിക്കുന്നവരോട് എനിക്ക് ദേഷ്യം മാത്രമേ ഉള്ളൂ. രാജുവേട്ടൻ ഇത് വാങ്ങിക്കേ. രാജുവേട്ടൻ ഇത് വാങ്ങാനുള്ള എല്ലാ അർഹതയുണ്ട്. കരയല്ലേ? ഒന്നുമില്ല സാറേ. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കേൾക്കുന്നത് ആദ്യമായിട്ടാ സാറേ. ഒരു ജന്മം മുഴുവനും ഏതെങ്കിലും ഒരു അടുക്കളയിൽ തീർന്നു പോകുമെന്ന് കരുതി ഇടയ്ക്കിടയ്ക്കിരുന്ന് കരയാറുണ്ട് സാറേ. അതിനിടയിൽ നിന്നും സാറെന്നെ പിടിച്ചോണ്ടുപോയി എത്ര ഉയരത്തിലാണ് നിർത്തിയിരിക്കുന്നത്. രാജുട്ടാ, മനുഷ്യര് പരസ്പരം മനസ്സിലാക്കണം. ആരാണ് നമുക്ക് നന്മ ചെയ്യേണ്ടതെന്ന് പ്രത്യേകിച്ചും അത് തിരിച്ചറിയാനുള്ള ബോധമില്ലാത്തവര് കഴുതകളാ. മരക്കഴുതുകള്. സാറേ, ഞാനെന്ത്? അതെ, എത്രയും പെട്ടെന്ന് മമ്മി അറിയിക്കണം കേട്ടോ, അല്ലെങ്കിലേ കാര്യങ്ങൾ ആകെ പ്രശ്നത്തിലായി പോകും. വേഗം ചെല്ല് പോ, ചെല്ല്. അല്ലയാ, ഇപ്പൊ തന്നെ വിളിക്കണേ. ഒരു തെറ്റ് പറ്റി നന്ദിനി. ആ തെറ്റ് ഞാനായിട്ട് തന്നെ തിരുത്തി. ഇപ്പൊ എല്ലാവരും ഹാപ്പിയാണ്. അമ്മ ഹാപ്പി, അച്ഛൻ ഹാപ്പി, ഇവിടുന്ന് ഇപ്പൊ മുകളിലേക്ക് പോയ 3 പേര് ഹാപ്പി. എന്തിന്? ഈ നിൽക്കുന്ന രാജുവേട്ടൻ വരെ ഹാപ്പിയാ. ഹാപ്പി എന്ന് പറഞ്ഞാൽ വെരി വെരി ഹാപ്പി. നന്ദിനി, തനിക്കില്ലാത്ത ഒരു പരിഗണനയും എനിക്കും ഈ വീട്ടിൽ വേണ്ട. ദാറ്റ് ഈസ് my decision. Okay? സൂര്യ, ഇത് അച്ഛന്റെ ബർത്ത്ഡേയുടെ ഇൻവിറ്റേഷനാ. ഈ ഇൻവിറ്റേഷനാണ് നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ കാണാൻ പോകുന്നത്. എടാ, ആന്റി അറിയുമ്പോ വലിയ കോലാഹലം തന്നെ ഉണ്ടാവും. എന്തിനാ കോലാഹലം? നന്ദിനിയുടെ പേരില്ലാത്ത ഇൻവിറ്റേഷൻ അവർ കൊണ്ടുവന്നപ്പോ ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ നിശബ്ദമായിട്ടിരുന്നു. എന്തുകൊണ്ടാ?
എന്റെ അമ്മയ്ക്കൊരു തെറ്റ് പറ്റിയ അത് തിരുത്തണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട്. എടാ, കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരു അംഗത്തിന്റെ പേര് അമ്മ മറന്നുപോയി. ഞാനത് ചേർത്തു, അത്രേ ഉള്ളൂ. എത്ര സിമ്പിളായിട്ട് നീ ഇത് പറയുന്നേ. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഈ ക്ഷണക്കത്തിലെ നന്ദിനിയുടെ പേര് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ആന്റി ഇപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തുന്നതെന്നാ. എടാ, അങ്ങനെയാണെങ്കിൽ അപ്പോഴല്ലേടാ തിരിച്ചടിക്കണ്ടേ? എടാ, അല്ലെങ്കിൽ എന്നെ എന്തിനു കൊള്ളാം? നന്ദിനിയുടെ പേര് വെച്ച ക്ഷണക്കത്ത് അമ്മ തന്നെ നാട് മുഴുവൻ കൊണ്ട് കൊടുക്കട്ടെ. എന്നിട്ട് അവരിൽ ആരെങ്കിലും നന്ദിനിയുടെ വിശേഷം അന്വേഷിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി കൂടി പത്മാ മേഡം പറയട്ടാ. എടാ, നിന്റെ വാശി എനിക്കറിയാം. ജയിക്കാൻ വേണ്ടി നീ എന്ത് ചെയ്യും. പക്ഷേ ഇതിനിടയിൽ ബലിയാടാവുന്നത് നന്ദിനിയാ. അത് നീ മറക്കാതിരുന്നാ മതി. എടാ, ഇതിപ്പോ അവരെല്ലാരും കൂടെ ചേർന്ന് എന്താണ് പറഞ്ഞുണ്ടാക്കുക? നന്ദിനിയുടെ പേരില്ലാത്തോണ്ട് നന്ദിനി നിന്നോട് ബഹളം വെച്ചു, അതുകൊണ്ട് നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. എടാ വിവേക, നീ പറഞ്ഞൊക്കെ ശരിയാ. നന്ദിനിയെ കുറിച്ച് അങ്ങനെ ചില ആരോപണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവർ പറയുന്നുമുണ്ട്. പക്ഷേ അത് പറയുന്ന അവർക്ക് പോലും അറിയാം നന്ദിനി ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന്.